ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് മാറിയിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹോം റെമഡി കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബ്ലീച്ച് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വളരെയേറെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടി നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പത്തിരിക്കും അതേപോലെ തന്നെ നൂൽപുട്ടിനൊക്കെ എടുക്കണം ആ ഒരു തരിയുള്ള അരിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ കുറച്ച് പുളിയുള്ള തൈര് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് പേസ്റ്റ് രൂപത്തിൽ ആവുന്ന തരത്തിൽ നമുക്ക് ഇതേപോലെ തൈര് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് തൈര് ആദ്യം ഇതേപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കുറേശ്ശെ ചേർത്തിട്ട് കറക്റ്റ് നമുക്കൊരു പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പാകത്തിൽ ആവുന്ന വരെ ഇതേപോലെ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കറക്റ്റ് ഒരു ക്രീം പരുവത്തിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ല ലൂസ് ആവരുത്, അപ്പം നമ്മുടെ ഫേസിൽ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ക്രീം പരുവത്തിലായിട്ട് ഈ ഒരു പാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും കൂടി ഉള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഏതൊരു പാക്കായാലും നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ക്ലീൻ ആയിട്ടുള്ള ഫേസിലേക്ക് നമ്മുടെ ഈ ഒരു പാക്ക് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്ത് ഫുള്ളായിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കുക. ഈ ഒരു പാക്ക് തേക്കുമ്പോൾ നല്ലൊരു ക്രീം തേക്കുന്നത് നമുക്കൊരു ഫീലാണ് ഉണ്ടാവും. കാരണം അത്രയ്ക്കും ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള ഒരു പാക്ക് കൂടിയാണ് കേട്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ തേച്ച് കൊടുക്കാം. ഇതിൽ ചേർത്ത് കൊടുത്തുള്ള അരിപ്പൊടി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ല രീതിക്ക് കുറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. ഇനി തൈരായാലും നമ്മുടെ സ്കിന്നിൻ്റെ ടോണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, നല്ലൊരു ബ്ലീച്ച് ചെയ്ത എഫക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ തൈര്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലെ ടോൺ ഇമ്പ്രൂവ് ആവാൻ, നന്നായിട്ട് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടും, നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറിയിട്ട് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളായിട്ടും നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടത്. ഇനി നിങ്ങൾക്ക് തൈര് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലെടുക്കണോണ്ടും കുഴപ്പമില്ല കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ നെക്കിലും ഇതേപോലെ ഈ ഒരു പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ചെവിയിൽ തേക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഫേസിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമ്മുടെ നെക്കിലായാലും അതേപോലെ തന്നെ ചെവിയിലായാലും ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി ഫേസിൽ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് നേരം ഇതേപോലെ ഒന്ന് വെക്കുക കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് ഡ്രൈ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് നേരമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ആദ്യം ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പാക്ക് ഇടുന്ന സമയത്ത്, അതായത് കഴുകി കളയുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കാറുണ്ട്. അതൊന്നും കൂടി നമ്മുടെ പാക്കിൻ്റെ എഫക്റ്റ് നമ്മുടെ ഫേസിലും അതേപോലെ തന്നെ നെക്കിലായാലും കിട്ടാനായിട്ട് ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്തെടുക്കുക. അതേപോലെ നമ്മുടെ മൂക്കിൻ്റെ സൈഡ്, താടിയുടെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊന്നും കൂടി നല്ല റിസൾട്ട് കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ ഈ ഒരു പാക്കിൻ്റെ വേറെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒട്ടും പറ്റാത്തവരാണ് അല്ലെങ്കിൽ തൈര് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പാല് ചേർത്തിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിലായാലും ഉപയോഗിക്കാം കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ കഴുകിയതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടത്. നമുക്ക് ആ ഒരു മൂക്കിൻ്റെ അവിടെയുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ ആ ഒരു താടിയുടെ ഭാഗത്തുള്ളതും
നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സ്കിന്ന് ഇതേ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഫേസൊക്കെ ഇതേ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നന്നായിട്ട് സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പാക്കാണത്. അപ്പം നിങ്ങളും ഇത് എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് ബാക്കിയുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഫംഗ്ഷന് പോകുന്ന തലേ ദിവസം അതല്ലാന്നുണ്ടെങ്കിൽ അന്നൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒരു ഷെയ്ഡൊക്കെ നല്ല രീതിക്ക് നിറം വെച്ച ഒരു ഫീലും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫേസ് ആയാലും നെക്കായാലും നമുക്ക് ഒരേ കളറിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടായാലും ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് ഇത്രയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. കാരണം അത്രയ്ക്കും നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഈ ഒരു പാക്കിന്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് നിറം വെക്കാൻ പറ്റിയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പാക്കാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.